നമസ്കാരം. ഇന്നത്തെ വാരഫലത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തുലാം രാശിക്കാരുടെ ജൂലൈ 19 മുതൽ 26 വരെയുള്ള ഒരാഴ്ച കാലത്തെ വാരഫലമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ ആഴ്ച തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം, പ്രണയം, വിദ്യാർത്ഥികൾ, ബിസിനസ്, യാത്ര, വഴിപാട് എന്നിവയിൽ എന്തൊക്കെ സാധ്യതകളാണ് കാണുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ഫലം പൊതുവായ ജ്യോതിഷ സൂചനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിഗത ജാതകപ്രകാരം ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. പൊതുവായ ഫലം: തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച സമാധാനത്തോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. കുറച്ചു നാളായി മനസ്സിലുണ്ടായിരുന്ന ചില ആശങ്കകൾക്ക് ഈ വാരം പരിഹാരം കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിരക്കു കൂട്ടാതെ ആലോചിച്ച് മാത്രം തീരുമാനമെടുത്താൽ ഈ വാരം നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ സൗമ്യമായ സമീപനം സ്വീകരിച്ചാൽ പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാൻ ഈ വാരത്തിൽ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം. എന്നാൽ നിങ്ങളുടെ കഴിവ് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. പുതിയ പ്രൊജക്റ്റുകൾക്കോ ചുമതലകളിലോ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഈ വാരം അവസരം ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ഈ വാരം ഗുണകരമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അഭിമുഖം, പരീക്ഷ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ ലഭിക്കാൻ ഈ വാരം സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് ഉള്ളവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാൻ സാധ്യത കാണുന്നു. പഴയ കുടിശ്ശികയിൽ നിന്നും കുറച്ച് തുക ഈ വാരം ലഭിക്കുന്നതായും കാണുന്നു. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഈ വാരം സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രം നടത്തുക. പങ്കാളിത്ത ബിസിനസ്സിൽ പരസ്പര വിശ്വാസം നിലനിർത്തുന്നത് വിജയത്തിലേക്ക് നയിക്കും. സാമ്പത്തികമായി ഈ ആഴ്ച ശരാശരിയേക്കാൾ നല്ല പുരോഗതി കാണുന്നു. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. എന്നാൽ വീട്ടാവശ്യങ്ങൾക്കും അപ്രതീക്ഷിതമായ ചിലവുകൾക്കും പണം ചെലവാകാൻ ഈ വാരം സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. സാമ്പത്തികമായി സ്ഥിരത നിലനിർത്താൻ കഴിയും. കടം കൊടുക്കുകയോ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുമ്പോൾ ഈ വാരം ജാഗ്രത പാലിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കാൻ നിങ്ങൾക്ക് ഈ വാരം സാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും ഈ വാരം ലഭിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ വാരം നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ഈ വാരം സാധ്യത ഉണ്ട്. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ ഈ വാരം സാധിക്കും. ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് ബന്ധം ഊഷ്മളമാക്കാൻ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. പ്രണയിക്കുന്നവർക്ക് ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ചിലർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ ചർച്ചകൾ ആരംഭിക്കാൻ നല്ല സമയം ഈ വാരം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ആഴ്ചയാണിത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസം ലഭിക്കുന്ന ഒരു വാരമായി കാണുന്നു. അധ്യാപകരുടെ മാർഗനിർദ്ദേശം ഈ വാരം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ നേടാൻ സഹായിക്കും. ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഈ വാരത്തിൽ കാണുന്നില്ല. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഭക്ഷണക്രമം കൃത്യമായി പാലിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുക. ചെറിയ വ്യായാമമോ നടത്തമോ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്. ചെറിയ യാത്രകൾക്ക് ഈ വാരം സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ യാത്രകൾ ഗുണകരമായേക്കാം. കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനത്തിനോ ചെറിയ വിനോദയാത്രയ്ക്കോ ഈ വാരം അവസരം ലഭിച്ചേക്കാം.
ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രധാന തീരുമാനങ്ങൾ ആലോചിച്ച ശേഷം മാത്രം എടുക്കുക, അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ആരോഗ്യം അവഗണിക്കരുത്, നല്ല അവസരങ്ങൾ വന്നാൽ ധൈര്യത്തോടെ സ്വീകരിക്കുക. ഈ ആഴ്ചയിലെ ഭാഗ്യസൂചനകൾ: ഭാഗ്യദിനം വെള്ളിയാഴ്ച, ഭാഗ്യനിറം വെള്ളയും ഇളം നീലയും, ഭാഗ്യസംഖ്യ 6. ഈ ആഴ്ചയിലെ നിങ്ങളുടെ വഴിപാട്: വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യത്തിനും മനഃശാന്തിക്കും ഏറെ ഗുണകരമായ ഒന്നാണ്. സാധിക്കുന്നവർ ശ്രീ സൂക്തം അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് ഈ വാരം നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറി നല്ല ശുഭകാര്യങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് കരുതുന്നു. മൊത്തത്തിൽ തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച സമതുലിതമായ പുരോഗതിയും നല്ല അവസരങ്ങളും നൽകുന്ന സമയമായിരിക്കും. ക്ഷമയും വിവേകവും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോയാൽ പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും സന്തോഷം സമൃദ്ധിയും നിറഞ്ഞ ഒരു മനോഹരമായ ആഴ്ച ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.